എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ സിനിമ? ഒരു ആദിവാസി വർഗ്ഗക്കാരുടെ അവരുടെ ഒരു ശക്തിൻ്റെ ഒരു മെസ്സേജ്, ഒരു കാടിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ഒരു ശക്തിൻ്റെ ഒരു മെസ്സേജ് അതിനകത്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടോ? ഒരു വട്ടം കൂടി കാണാം. ഹലോ, സിനിമ നമ്മൾ വിചാരിച്ച പോലെ അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്തു പോകും. നിങ്ങൾ ഇപ്പം തന്നെ ഷോയില് ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പം തന്നെ വന്ന് കാണണം. അടിപൊളി സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യരുത്, കാണണം. അതാണ്. എല്ലാവരും കുറിഞ്ഞ് കാണാം. നല്ല സസ്പെൻസ് ത്രില്ലറാണ്. എല്ലാവരും കണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സിനിമ പറയുന്നത് അപ്പോൾ പ്രേക്ഷകർ കണ്ടവരും വക്കീലെന്ന് പറയട്ടെ. അതനുസരിച്ചിട്ട് പ്രേക്ഷകരെല്ലാവരും സിനിമ കാണുക, കണ്ടിട്ട് തന്നെ വിലയിരുത്തുക. എല്ലാവരും പറയുന്നത് കേൾക്കാതെ സിനിമയെക്കുറിച്ചിട്ട് അധികാരമായി കാണാതെ ദയവേത് ആരും ഇതിനെ അഭിപ്രായം പറയുന്നതിലൊരു വലിയൊരു അഭ്യർത്ഥനയാണ്. സിനിമ കേവലമായൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലാതെ തന്നെ ആ സിനിമയോടൊപ്പം ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ മാഡം, ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇതിൽ സൂപ്പർ ടീച്ചറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം തോന്നുകയാണ്. നാടിൻ്റെ ഒരു നന്മ മനസ്സിലാക്കുന്നൊരു സിനിമയാണ്. മെസ്സേജ് ഉണ്ടോ? എക്സ്പീരിയൻസ് നല്ലൊരു മെസ്സേജാണ്. സാധാരണക്കാരുടെ ജീവിതം തൊട്ടറിയാൻ പറ്റുന്നൊരു സിനിമയാണ്. എല്ലാവരും പോയി കാണുക. ഈ ഒരു നിമിഷം ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല. കാണുക, എല്ലാവർക്കും പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാനിതിനകത്ത് അമ്മ റോളാണ് ചെയ്തിരിക്കുന്നത്. നന്മയുള്ളതല്ല, കാരണം നമ്മൾ കാടിൻ്റെ മക്കളുടെ കഥയാണ്. ആ കഥയെ വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാണണം, എല്ലാവരും ഇത് കാണണം. കാരണം അത്രയും വളരെ കണ്ടു തീർന്നു കഴിയുമ്പോഴത്തേക്ക് നെഞ്ചിനുള്ളിൽ ആ ഒരു കാടിൻ്റെ വിഷമം നമുക്ക് നന്നായി മനസ്സിലാകും. അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ. എന്തായാലും എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി. ശരിക്കും ആ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവരെ ചൂഷണം ചെയ്യുന്നതിൻ്റെയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറിഞ്ഞായിട്ട് അഭിനയിച്ച അവസ്ഥ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല നാച്ചുറാലിറ്റി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു മൂവി. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ടാണ്. മൂവി അടിപൊളിയായിരുന്നു. ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ ഒരു സ്റ്റോറിയായിരുന്നു. ഒരു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാബൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് സ്റ്റാറായിട്ടുള്ള കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റേ കുട്ടിയും നന്നായിട്ട് മൊത്തത്തിൽ ആ ഒരു ട്രൈബൽ ലാംഗ്വേജും ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു തുടക്കമുള്ള ഒരു സിനിമാ പ്രവർത്തകരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമല്ലാതെ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.